الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പരലോക വിജയത്തിന് സൽക്കർമ്മങ്ങൾ അനിവാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ഏതെങ്കിലും വിധേന ചുളിവിൽ രക്ഷപ്പെടുവാനാവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും ഉണർത്തിയത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ തന്നെ കാത്തുകൊള്ളണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്, ഫൽ യത്തഖിയന്ന അഹദുകുമുന്നാർ, നിങ്ങൾ ഓരോരുത്തരും നരകത്തെ സൂക്ഷിക്കുക തന്നെ വേണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ,
ഒരു ഈത്തപ്പഴത്തിന്റെ കീറാണ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ സദഖ ചെയ്യാൻ, ദാനം ചെയ്യാനുള്ളത്, അതുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, പ്രതിരോധിക്കണം. ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, ഒരു ഈത്തപ്പഴത്തിന്റെ കീറ് പോലും നിങ്ങൾക്ക് സദഖ ചെയ്യാൻ, നന്മ ചെയ്യാനില്ലെങ്കിൽ നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും ആ നരകത്തിലേക്ക് ആപതിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒക്കെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ അഅറാഫിലെ 8-9 ആയത്തുകൾ ആ ആശയം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങളാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തൂക്കി കണക്കാക്കപ്പെടുന്ന ഒരു തുലാസും കണക്കും എല്ലാം ഹക്കാണ്, സത്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു, അപ്പോൾ ആരുടെ നന്മയുടെ തുലാസ് കനം തൂങ്ങുന്നുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ച ആളുകൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ നന്മയുടെ ഭാഗം കനം കുറഞ്ഞുപോയ ആളുകൾ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വന്തത്തെ നഷ്ടപ്പെടുത്തി ആത്മനഷ്ടത്തിൽ ആപതിച്ച ആളുകൾ. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, നമ്മുടെ വചനങ്ങളോട് അന്യായം പ്രവർത്തിച്ചത് നിമിത്തം അവർ സ്വയം നഷ്ടത്തിൽ പെടുകയാണ് ഉണ്ടായത് എന്ന് ഖുർആൻ അവിടെ ഉണർത്തുകയാണ്. ഇതേപോലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാം അധ്യായത്തിലെ 101 മുതലുള്ള ആയത്തുകൾ വായിച്ചാലും വളരെ വ്യക്തമായി നമുക്ക് ആ കാര്യം കാണുവാൻ സാധിക്കും. അതേപോലെ നമുക്കൊക്കെ ഒരു പക്ഷെ പരിചയമുള്ള, മനപ്പാടമുള്ള സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അതിലും അല്ലാഹു പറയുന്നുണ്ട്, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ, നന്മയുടെ ഭാഗം കനം തൂങ്ങുന്നവരാരോ അവരാണ് സംതൃപ്തിയുടെ ഒരു ജീവിതത്തിലുള്ളത്. എന്നാൽ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, നന്മയുടെ ഭാഗം തുലാസ് കനം കുറഞ്ഞു പോയോ അവർ ഹാവിയ എന്ന് പറയുന്ന ചൂടേറിയ നരകത്തിൽ ആപതിക്കും എന്ന് ഖുർആൻ അവിടെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലെ നമ്മുടെ ആയുസ് വളരെ കുറവും നമുക്ക് നേടേണ്ടത് ശാശ്വതമായ പരലോക വിജയവുമാണ് എന്നറിയുമ്പോൾ ഏതൊരു വിശ്വാസിയും പരലോകത്തിന് വേണ്ടി മനസ്സ് വെക്കുകയും ആത്മാർത്ഥമായി പണിയെടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70, എന്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം, ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതിനു മുമ്പ് മരിച്ചു പോകുന്നവരുണ്ട്, അത് കഴിഞ്ഞ് ജീവിക്കുന്നവരും അഖല്ലുഹും മൻ യജൂസു ദാലിക്, അത് അപ്പുറം കടന്നു പോകുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാൽ ആ 60-70 അതിനുശേഷമുള്ളതൊരു ബോണസ് പോലെ കണക്കാക്കാം എന്ന് നമ്മൾ പറയാറുള്ളത് സ്വാഭാവികമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി സമ്പാദിക്കാൻ, പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. അതേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഏറി വന്നാൽ നമ്മുടെ കബറിന്റെ അടുക്കൽ വരെ അവരുണ്ടാകും. മരിച്ച് നമ്മളെ കഫൻ ചെയ്ത് കബറിലേക്ക് ഇറക്കി വെച്ച് മൂടപ്പല്ല് വെച്ച് മണ്ണിട്ട് അല്പനേരം തസ്ബീഹ് ചൊല്ലിയാലായി, അങ്ങനെ കഴിഞ്ഞാൽ അവരൊക്കെയും മടങ്ങിപ്പോകും. പിന്നെ നമ്മുടെ കൂടെയുള്ളത് നമ്മൾ കരുതിക്കൂട്ടി അധ്വാനിച്ചുണ്ടാക്കിയ ഈ സൽക്കർമ്മങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടേക്ക് വേണ്ടി പ്രത്യേകം കരുതലോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. നമ്മൾ ചുരുങ്ങിയ ആയുസ്സനിൽ എത്രയോ സമ്പാദിച്ചാലും എന്താണ് നമുക്ക് നേടുവാൻ സാധിക്കുക? പക്ഷേ കാരുണ്യവാനായ പടച്ച റബ്ബ് ചില പ്രത്യേക ഓഫറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കുറച്ച് കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ചില അസുലഭ അവസരങ്ങൾ നമുക്കുണ്ട്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയതുപോലെ, യഅലം അന്ന മുളാഅഫത്തൽ അജ്രി ലിൽ അഅമാൽ, കർമ്മങ്ങൾക്ക്, അമലുകൾക്ക് പ്രതിഫലം ഇരട്ടിയായി 10 മടങ്ങായി കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. തകൂനു ബി അസ്ബാബിൻ, അത് പല കാരണങ്ങളാൽ ഉണ്ടാകും. മിൻഹാ ശറഫുൽ മക്കാനിൽ മഅമൂലി ഫീ, നമ്മൾ കർമ്മം ചെയ്യുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകതയനുസരിച്ച്. കൽ ഹറമിൽ മക്കി വൽ മസ്ജിദിൻ നബവി, മക്കയിലും മദീനയിലുമൊക്കെ പുണ്യ പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ വെച്ച് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ നാട്ടിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടുള്ള ഒരു നമസ്കാരം ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു, മറ്റേത് പള്ളിയിൽ വെച്ച് നിങ്ങൾ 1000 നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്, മികച്ചതാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഇല്ലൽ മസ്ജിദൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാം ഒഴികെ. അവിടെയാണെങ്കിൽ അഫ്ളലു മിൻ മിഅത്തി സ്വലാത്തിൻ ഫീ ഹാദാ, 1000ന്റെ 100 ഇരട്ടി പ്രതിഫലം അവിടെയുണ്ട്. അഥവാ 1,00,000 പ്രതിഫലം മക്കയിലുണ്ട്, മസ്ജിദുൽ ഹറാമിലുണ്ട്. 1000 ഇരട്ടി പ്രതിഫലം മദീനയിലുണ്ട്. ഇങ്ങനെ പ്രത്യേകമായി ചില സ്ഥലങ്ങൾക്ക് അല്ലാഹു ആദരവ് നൽകിയതിനാൽ അവിടെ വെച്ചുള്ള കർമ്മങ്ങൾക്ക് മറ്റുള്ള കർമ്മങ്ങളെക്കാൾ, മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിർവഹിക്കുന്ന അമലുകളെക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വമിൻഹാ ശറഫുസ് സമാൻ, വേറെ ചില സമയങ്ങൾക്ക് അള്ളാഹു ഷറഫ് നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതിന്റെ ആ പ്രത്യേകതയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ഇരട്ടിയായി ലഭിക്കുമെന്നാണ്. കശഹരി റമളാൻ, റമളാൻ മാസത്തെ പോലെ, വഅശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം പോലെ. അതാണ് സത്യത്തിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ദിവസങ്ങൾ. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഹിജറ 1446 വർഷത്തിലെ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു ഹദീസ് നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കേണ്ട, ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മവും ഒരു സമയത്തും ഒരാൾക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന്. എങ്ങനെ? ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുസാലിഹാത്തുകൾ മറ്റ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുസാലിഹാത്തിന്റെ മീതെ നിൽക്കും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ശരീരവും സമ്പത്തും ജീവനുമെല്ലാം പണയം വെച്ചുകൊണ്ട് നടത്തുന്ന ജിഹാദ് പോലും ഈ ദിവസങ്ങളിലെ പുണ്യകർമ്മങ്ങൾക്ക് താഴെയാണോ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ പോലും ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക് താഴെ മാത്രമാണ് അവരുടെ കർമ്മങ്ങൾ എന്ന് വരുമ്പോൾ ഈ ദിവസങ്ങളുടെ പുണ്യം എത്രയാണ്, എത്രമാത്രം പവിത്രതയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു കാര്യം പ്രത്യേകം ഉണർത്തി, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. മറ്റുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും എന്നിട്ട് ശരീരവും സമ്പത്തുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് പോരാടി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, അതിലൊന്നുമായി തിരിച്ചു വരാൻ സാധിച്ചില്ല. ആ യുദ്ധത്തിൽ അയാൾ രക്തസാക്ഷിയായി ഷഹീദായിട്ടുണ്ടെങ്കിൽ അയാളാണ് ഒന്നാമൻ. അയാളുടെ തൊട്ടു താഴെ വരുന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസങ്ങളിലേതുപോലെ ഈ ദിവസങ്ങളിലെ പകൽ സമയങ്ങളിൽ നമ്മൾ കാണരുത്, അതിനെ അവഗണിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് പുണ്യത്തിന് ധാരാളക്കണക്കിന് 10 മടങ്ങായി പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വഖദ് യുളാഅഫു സവാബു ബിഅസ്ബാബിൻ ഉഖർ, മറ്റു പല കാരണങ്ങളാലും നമ്മൾ ചെയ്യുന്ന അമലുകളുടെ സവാബ്, അതിന്റെ പ്രതിഫലം ഇരട്ടിയായി കിട്ടാറുണ്ട്. മിൻഹാ ശറഫുൽ ആമിലി ഇൻദല്ലാഹ്, പ്രവർത്തിക്കുന്ന ആ കർമ്മം ചെയ്യുന്ന ആളുടെ റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനവും ശ്രേഷ്ഠതയും അനുസരിച്ച്, വഖുർബുഹു മിൻഹു, പടച്ചറബുമായി എത്ര കണ്ട് അടുത്ത ആളാണ് അയാളുടെ കർമ്മത്തിന് അതനുസരിച്ച് വർധനവുണ്ടാകും, വിലയുണ്ടാകും. വകസ്റതു തഖ്വാഹു, അള്ളാഹുവിനെ എത്ര കണ്ട് കൂടുതൽ സൂക്ഷിക്കുന്ന ആളാണ് എങ്കിൽ അയാളുടെ കർമ്മത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും പ്രതിഫലവും ഉണ്ടാകും എന്നാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ഷറഫുസ് സമാൻ, സമയങ്ങളുടെ പ്രത്യേകത, ആ സമയങ്ങളുടെ പ്രത്യേകമായ ശ്രേഷ്ഠത അള്ളാഹു കൽപ്പിച്ച ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പലരും, അല്ല ഭൂരിഭാഗം ആളുകളും ഈ ദിവസത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ് എന്നത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഏറെക്കുറെ എല്ലാവർക്കും അതിന്റെ മഹത്വം അറിയാം. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറെടുത്ത് ജോലിയും അതേപോലെ എല്ലാ സംഗതികളും ക്രമീകരിച്ച് ഒരുപക്ഷെ ഇഅ്തികാഫിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ റമദാനിലെ അവസാനത്തെ 10 ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണോ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുവരെയും പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയുണ്ട്. പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തിയത് ആ 2 വിഷയത്തിലും പ്രമാണങ്ങൾ വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ
അവർ വളരെ കൂലങ്കഷമായ ചർച്ചക്കൊടുവിൽ രണ്ടിനെയും സമന്വയിപ്പിച്ച് പറഞ്ഞത്, രാവുകൾ നോക്കുകയാണെങ്കിൽ റമദാനിൻ്റെതാണ്, അഥവാ രാത്രി. കാരണം ലൈലത്തുൽ ഖദ്ർ അടക്കമുള്ള റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റരാവ്, അതാണ് രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ പകലുകളുടെ കൂട്ടത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ്. അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞാൽ, ദുനിയാവിലെ സകലമാന ദിവസങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി തെളിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. റമദാനിന്റെ പകൽ സമയത്ത് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്നിരിക്കട്ടെ, ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെക്കാൾ പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ഈ 10 ദിവസത്തിൽ നാം നമസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്. അങ്ങനെ ഓരോ കർമ്മത്തിനും. അപ്പോൾ അത്രമാത്രം പോരിശയുള്ള മഹത്വമുള്ള ഈ ദിവസത്തെ നമ്മൾ അവഗണിച്ചാൽ, അശ്രദ്ധരായി കഴിഞ്ഞാൽ, നമ്മുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിലെ വലിയ ഒരു സമ്പാദ്യം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒന്നാമത്തെ കാര്യം. അശ്രദ്ധക്ക് പല കാരണങ്ങളുണ്ടാകാം. റമദാനിൽ സമൂഹം മൊത്തത്തിൽ ഇബാദത്തുകളായി സൽക്കർമ്മങ്ങളുമായി മുന്നേറുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി തന്നെ പോകും. അപ്പോൾ എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നമ്മളും നോമ്പെടുക്കും. പള്ളിയിൽ ചെന്നാൽ എല്ലാവരും ഖുർആൻ ഓതുകയാണ്, പരമാവധി എല്ലാവരും ജമാഅത്ത് നമസ്കാരത്തിന് എത്താറുണ്ട്. അപ്പോൾ നമ്മളും അതിന്റെ ഭാഗമായി അങ്ങനെ തന്നെ പോകും. അതേപോലെ റമദാനിൽ പിശാചിനെ അള്ളാഹു ചങ്ങലക്കിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രത്യേകതയും ഈ പറഞ്ഞ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയിലായി പോകുന്നത്. ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യതയും പ്രതിഫലവും ഉണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അൽ ഇബാദത്തു ഫിൽ ഹർജി വൽ ഫിത്നതി കഹിജ്റത്തിൻ ഇലയ്യ. ആളുകൾ എല്ലാ തരത്തിലും ഫിത്നയിൽ അകപ്പെട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അശ്രദ്ധയിലും വേറെ പല ചിന്തയിലും ശുഗലിലും ഒക്കെ ആയിരിക്കെ ആരെങ്കിലും പടച്ച റബ്ബിന് ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അയാൾ എന്റെ കൂടെ, എന്റെ അടുക്കലേക്ക് ഹിജറ വന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ 1 മിനിറ്റ് പോലും നമ്മൾ പാഴാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുമല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലാം, ഖുർആൻ എടുത്ത് വെച്ച് ഓതാം. ഏത് സൽക്കർമ്മങ്ങളും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കൊടുക്കുന്ന അതിന്റെ ബാബ്, അതിന്റെ ടൈറ്റിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ബാബു ഫദ്ലിൽ അമൽ ഫി അയ്യാമിത് തശ്രീഖ്. അയ്യാമുത് തശ്രീഖ് അഥവാ ദുൽഹിജ്ജ മാസത്തിലെ 11, 12, 13 പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നത്. കാരണം എന്താണ് എന്ന് ഇബ്നു അബി ജംറ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. വസിറു കൗനിൽ ഇബാദത്തി ഫീഹാ അഫ്ളൽ മിൻ ഗൈരിഹാ. അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യുന്നത് മറ്റ് ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയുവാനുള്ള കാരണം, അന്നൽ ഇബാദത ഫീ ഔഖാത്തിൽ ഗഫ്ലതി ഫാദിലത്തുൻ അലാ ഗൈരിഹാ. ആളുകൾ ഒരു ഗഫ്ലത്തിലായിരിക്കുമ്പോൾ, അശ്രദ്ധയിലായിരിക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ മറ്റ് സമയങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ മഹത്വമുണ്ട് എന്നത് നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലെ അതാണ് അതിന്റെ കാര്യം. വ അയ്യാമുത് തശ്രീഖ്, പെരുന്നാളിനോടനുബന്ധമായ അയ്യാമുത് തശ്രീഖ് അയ്യാമു ഗഫ്ലത്തിൻ ഫിൽ ഗാലിബ്. മഹാഭൂരിപക്ഷം ആളുകളും സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്ന, അശ്രദ്ധ വരുത്തുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ വിശദീകരിച്ചതെന്നാണ്. പെരുന്നാളിന്റെ യാത്രകളും ആഘോഷങ്ങളും ഒക്കെയായി പോകുമ്പോൾ ഫർദ് നിസ്കാരം തന്നെ ചിലപ്പോൾ നിസ്കരിക്കുന്നവർ ജമാഅത്ത് ശ്രദ്ധിക്കാതെ, പള്ളിയിൽ നിസ്കരിക്കാതെ, അങ്ങനെയൊക്കെ പലതും ആഘോഷങ്ങളുടെ തിമർപ്പിൽ പലതും മറന്നു പോകുന്ന സന്ദർഭമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞത് അയ്യാമുത് തശ്രീഖിൽ അമൽ ചെയ്യുന്നതിന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ട് ഫിത്നയും അശ്രദ്ധയും ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നത് എന്റെ കൂടെ ഹിജറ പോകുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കൊടുക്കുവാൻ കാരണം. അതേപോലെ തന്നെ രാത്രി നിസ്കാരത്തെ കുറിച്ച്, തഹജ്ജുദിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചൊരു പ്രയോഗം, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ആളുകളൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. ആ നമസ്കാരത്തിന്
മറ്റ് പല നിസ്കാരങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വീണ്ടും ഉണർത്തുവാനുള്ളത്, നമ്മുടെ ആയുസ്സിൽ അസുലഭമായി കിട്ടുന്ന സന്ദർഭമാണ് ദുൽഹിജ്ജ മാസത്തിലെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണമെന്നുള്ള മനസ്സോടുകൂടി അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിൽ കാര്യമായി നമുക്ക് കൂട്ടിപ്പിടിക്കുവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് പുണ്യം എന്ന് പറയാവുന്ന എന്തും അതിന് പറ്റും. അൽ അമലു സ്വാലിഹ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിൻ. ഏത് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും വലിയ അമലു സ്വാലിഹ് എന്നാണ് പറഞ്ഞത്. അഥവാ സൽക്കർമ്മം, നിസ്കാരം, നോമ്പ്, സദഖ, എന്തും ദിക്റുകൾ, ദുആകൾ തുടങ്ങിയ എല്ലാം അതിൽ വരുന്ന സംഗതിയാണ്. നമസ്കാരത്തിന്റെ കാര്യം, ഫർളായ നമസ്കാരം തന്നെ അതാതിന്റെ സമയങ്ങളിൽ ജമാഅത്തായി പള്ളിയിൽ വെച്ച് പൂർണ്ണതയോടുകൂടി നിർവഹിക്കുവാൻ നമ്മൾ മനസ്സ് വെക്കണം. റമദാനിൽ നമ്മളിൽ പലരും ശ്രദ്ധിച്ചതുപോലെ അതിനു പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകളുണ്ട്. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തഹിയ്യത്ത് നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ ളുഹാ നമസ്കാരമുണ്ട്. അങ്ങനെ സുന്നത്തായ നമസ്കാരങ്ങളും ഫർളായ നിസ്കാരവും ഒക്കെ ശ്രദ്ധിച്ച് നിസ്കാരത്തിലൂടെ ആ ദിവസത്തിന്റെ മഹത്വം മുൻനിർത്തിക്കൊണ്ട് പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെയാണ് നോമ്പ്. 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായും ചില റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നോമ്പും അതിൽപ്പെട്ട സംഗതിയാണ്. ഇനി അതല്ലെങ്കിൽ തിങ്കൾ, വ്യാഴം പോലെയുള്ള ദിവസങ്ങളിൽ അറഫ നോമ്പ് വരുമ്പോൾ ദുൽഹിജ്ജ 9-ന് അറഫ നോമ്പ്, പെരുന്നാളിന്റെ തലേ ദിവസം, ഇങ്ങനെ സുന്നത്തായ നോമ്പുകൾ കൂടി നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഈ ദിവസത്തിൽ ധാരാളം പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ നമ്മളാൽ കഴിയുന്ന സ്വതക്കകൾ, ഏത് നല്ല കാര്യത്തിനും, പള്ളിക്കാകട്ടെ, മദ്രസക്കാകട്ടെ, ദീനീ പ്രവർത്തനങ്ങൾക്കാകട്ടെ, സാധുക്കൾക്കാകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾക്ക് വേണ്ടി, ഹറാമുകൾക്കും ബിദ്അത്തുകൾക്കും തോന്നിവാസങ്ങൾക്കുമല്ല, പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന ഏത് നന്മക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നതും മറ്റ് ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനമുണ്ട്, പ്രതിഫലമുണ്ട് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇങ്ങനെ നന്മകൾ കൊണ്ട് നന്മയുടെ തുലാസ്, മീസാൻ, കനം തൂക്കുവാൻ, നിറക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആയുസ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടുകൂടി പരലോകത്ത് നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നത്, തോന്നുക എന്നത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കർമ്മമാണ് ഉളഹിയ്യത്ത് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 ഖുതുബകളിലും ഉണർത്തിയ കാര്യമാണ്. അങ്ങനെ ഉളഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ഒരുങ്ങിയവർ അവരുടെ നഖവും മുടിയും അറവ് കഴിയുന്നത് വരെ മുറിക്കാതിരിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ കാര്യമാണ്. അതേപോലെ ഇതുവരെയും അങ്ങനെ നെയ്യത്ത് വെച്ചിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല, ഇനി ഒരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഇനിയും അതിനുള്ള അവസരമുണ്ട്. അവർ ഈ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ട് അറവ് നടക്കുന്നത് വരെയും മുടിയും നഖവും എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പൈസക്ക് തത്തുല്യമായി നമ്മൾ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് ഉളഹിയ്യത്ത് അറുക്കുക എന്നത്. കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ഷിആറാണ്, മതത്തിന്റെ ചിഹ്നമാണ്. അറവ് എന്നതൊരു പ്രത്യേകം ഇബാദത്താണ്. ആ അറവും പുറമെ ആ മാംസം ദാനം ചെയ്യുമ്പോൾ അതിലൂടെയുള്ള സ്വതക്കയുടെ കൂലിയും എല്ലാം അതിലൂടെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇസ്ലാമിക സമൂഹം നൂറ്റാണ്ടുകളായി ആദരിച്ച് വളരെ ഭക്തിയോടുകൂടി ചെയ്തു വരുന്ന കർമ്മമാണ് ഉളഹിയ്യത്ത്.
അതിന്റെ അറവിന്റെ സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബലിപെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ, അഥവാ ദുൽഹിജ്ജ 10 യൗമുൻ നഹ്ർ എന്നാണ് സാങ്കേതികമായി പറയാറ്. ബലിയുടെ ദിവസം, അറവിന്റെ ദിവസം. അപ്പോൾ അന്ന് തന്നെ അറക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് സാധിച്ചില്ലെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കാരണത്താൽ പ്രയാസങ്ങൾ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലാകാം. അങ്ങനെ ദുൽഹിജ്ജ 13 മഗ്രിബ് വരെയും അതിന്റെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉളഹിയത്തായി പരിഗണിക്കുകയില്ല. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് അറുത്താലും അത് ഉളഹിയത്താവുകയില്ല. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദിവസങ്ങളിൽ നമ്മൾ തക്ബീർ ചൊല്ലാൻ ശ്രദ്ധിക്കണം. 2 വിധത്തിലുള്ള തക്ബീറുകൾ ഹദീസുകളിൽ ദീനിൽ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് തക്ബീർ മുത്ലഖ്, അഥവാ നിരുപാധികമായി എപ്പോഴും നമുക്ക് ചൊല്ലാവുന്ന തക്ബീറുകളാണ്. അത് ഈ ദിവസങ്ങളിലൊക്കെ സഹാബികൾ ചൊല്ലിയിരുന്നു. നമ്മൾ സാധാരണ ചൊല്ലുന്ന അല്ലാഹു അക്ബർ അല്ലെങ്കിൽ പെരുന്നാളിന് ചൊല്ലുന്നത് പോലെയുള്ള തക്ബീർ തന്നെ നമുക്ക് ചൊല്ലാം, തക്ബീർ മുത്ലഖായി. രണ്ടാമത്തേത് തക്ബീർ മുഖയ്യദ്, അഥവാ ഒരു നിർണിതമായ രൂപത്തിൽ, എന്ന് പറഞ്ഞാൽ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീർ. അത് അറഫ ദിവസത്തിന്റെ, അഥവാ ദുൽഹിജ്ജ 9 പെരുന്നാൾ ദിവസത്തിന്റെ തലേന്ന് നമ്മുടെ കാഴ്ചയനുസരിച്ച് അടുത്ത വെള്ളിയാഴ്ച സുബ്ഹ് നമസ്കാരം മുതൽ ചൊവ്വാഴ്ച ദുൽഹിജ്ജ 13 അസർ നമസ്കാരം വരെയും ഓരോ ഫർദ് നമസ്കാരത്തിനും ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള സംഗതിയാണ്. പെരുന്നാളിന്റെ തലേ ദിവസം മുതൽ തുടങ്ങണം. അതല്ലാതെ ഈദ്ഗാഹിൽ അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം മുതലല്ല, തലേ ദിവസം ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽ ദുൽഹിജ്ജ 13 അസർ നമസ്കാരം അടക്കം തക്ബീർ മുഖയ്യദുണ്ട്. ആ തക്ബീർ ചൊല്ലുമ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന ഒരു രീതി ഹദീസുകളിൽ കാണുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ രീതി അങ്ങനെയല്ല, എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലലാണ്. അപ്പൊ സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്. അടുത്ത വെള്ളി സുബ്ഹി മുതൽ വരുന്ന ചൊവ്വാഴ്ച അസർ വരെയും. പിന്നെ പെരുന്നാളിന്റെ സുന്നത്തുകൾ പൊതുവെ നമ്മൾക്ക് അറിയുന്ന സംഗതിയാണ്. ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് എത്തുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിപെരുന്നാളിന് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ സാധിക്കുമെങ്കിൽ ഒരു നോമ്പുകാരനെ പോലെ ആയിരിക്കണം നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വരേണ്ടത്. എന്നാൽ രോഗികളായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഷുഗർ പേഷ്യൻസ് ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശരീരം വെറുക്കും, ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാം. ഇത് സുന്നത്തിന്റെ ഒരു പൂർണ്ണ രീതി എന്നുള്ള നിലയിൽ നോമ്പെടുത്ത് ശീലമുള്ള നമുക്ക് സുബഹിക്ക് മുമ്പ് എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്ത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നതാണ് സുന്നത്തിന്റെ ശരിയായ രീതി. അതേപോലെ 5-മത്തെ ഒരു കാര്യം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ചാടി ഓടിപ്പോകുന്ന രീതി ശരിയല്ല. പെരുന്നാൾ നിസ്കാരം മാത്രമല്ല സുന്നത്തിലുള്ളത്, ദീനിലുള്ളത്, മറിച്ച് അതിനോടനുബന്ധമായൊരു ഖുത്ബയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാൾ ദിവസം 7:30 നമുക്ക് പെരുന്നാൾ നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. അടുത്ത ശനിയാഴ്ച പെരുന്നാൾ നമസ്കാരത്തിന് 7:30 എന്നുള്ള സമയം നമ്മൾ കാണിച്ച് പിന്നെ 7:45 വരെയും നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകരുത്. എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടി, അറിവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിന് വേണ്ടി മനസ്സ് വെച്ച് കാലയെക്കൂട്ടി നമ്മൾ തയ്യാറാകണം എന്നുണർത്തുകയാണ് ആ ഖുത്ബ. ചെറിയൊരു സമയത്തെ ഖുത്ബ, അത് ശ്രവിക്കലും അതിന്റെ ഭാഗമാണ്. അതേ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ചര്യയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന്ന് ഒരു സ്പെഷ്യൽ കളക്ഷൻ ഉണ്ടായിരിക്കും. പള്ളിയിലെ ഖത്തീബിനോ അല്ലെങ്കിൽ മുഅദ്ദിനോ കൊടുക്കാനുള്ള പൈസയല്ല, മറിച്ച് റിലീഫ്, സമൂഹത്തിലെ അവശരും അശരണരുമായ ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ, അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വിഷമങ്ങൾ മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ആ സ്വതക്ക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുതൽ സ്വീകരിച്ച ഇന്നും വിശ്വാസികൾ ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. അതിനുകൂടി മനസ്സ് വെച്ച് വേണം ആ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് നമ്മൾ വരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കാലാവസ്ഥ പ്രതികൂലമായി വരുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച പലതും നടക്കാതെ വരുമ്പോൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പലതും പറഞ്ഞു പോകും. നശിച്ച മഴ, ഒരു ഒടുക്കത്തെ മഴ, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവാണ് മഴയെ നിയന്ത്രിക്കുന്നവൻ. രാവും പകലും കാറ്റും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, കാലത്തെ നിങ്ങൾ പഴിക്കരുത്. ഒന്നിലേക്കും ചേർത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അതിന്റെ പിന്നിൽ അതിനെ വ്യവസ്ഥാപിതമായി കൊണ്ടു നടക്കുന്ന റബ്ബിനെയാണ് നിങ്ങൾ പഴിക്കുന്നതായി പരിണമിക്കുക. അതുകൊണ്ട് അതിനെയൊക്കെ അള്ളാഹുവിന്റെ ഖളാഉം ഖദറും, നമ്മൾ കാണാത്ത പല യുക്തിയും നന്മകളും അതിലുണ്ടാകും എന്ന രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാ ശർറുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു രക്ഷയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി അവശതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. ചില ആളുകൾ പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.